ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ഒരുമിച്ച് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ആ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പിന്നെയും നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരികയാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു വായിച്ച് ചിന്തിക്കുവാനായിട്ട് നമ്മൾ ആരംഭിച്ചത്. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ വിളിക്ക് യോഗ്യമായി നടക്കണം, അതായത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തോടും അന്യോന്യം പൊറുത്തുകൊണ്ട് ആത്മാവിൻ്റെ ഐക്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയതിന് ശേഷം എന്തുകൊണ്ട് നാം അങ്ങനെ ആയിരിക്കണം എന്ന് അപ്പോസ്തലൻ പറയുന്ന ഭാഗമാണ് നമ്മൾ 4 മുതൽ വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മെ ഏക ശരീരമായിരിക്കുവാനാണ് വിളിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായിട്ടത് ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ 2-ാമത്തെ കാര്യമാണ് ആത്മാവ് ഒന്ന്, വൺ സ്പിരിറ്റ്, ഒരാത്മാവ് ആണ് ഉള്ളത്. അതായത് ദൈവം നമ്മെ വിളിച്ചു. ആ വിളിച്ച എല്ലാവരിലും ദൈവം നൽകിയിരിക്കുന്നത് ഒരേ ആത്മാവിനെയാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പം ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. രക്ഷിക്കപ്പെട്ട അഥവാ സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ഉള്ളിലും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അത് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പരിശുദ്ധാത്മാവ് ഉള്ള കുറച്ച് വിശ്വാസികളും പരിശുദ്ധാത്മാവില്ലാത്ത കുറച്ച് വിശ്വാസികളും അങ്ങനെ ഇല്ല. എല്ലാ വിശ്വാസികളിലും പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം, ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്, അധിവാസം ഉണ്ട് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരിലും ദൈവം നൽകിയിരിക്കുന്നത് ഒരേ ആത്മാവിനെയാണ് എന്നാണ് അപ്പോസ്തലനിവിടെ പറയുന്നത്. അപ്പോൾ നാം എന്തുകൊണ്ട് പരസ്പരം സ്നേഹത്തിലും ഐക്യതയിലും ദൈവമക്കളായിരിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാരണം നമ്മെ വിളിച്ചപ്പോൾ അവൻ ഏക ശരീരമായിരിക്കാനാണ് വിളിച്ചത്. 2-ാമത്തെ കാരണം വിളിക്കപ്പെട്ടവരുടെ എല്ലാം മേൽ പകർന്നിരിക്കുന്നത് ഒരേ ആത്മാവിനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ 2-ാമത്തെ കാരണം. അപ്പം ഒരേ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ കൂട്ടുവിശ്വാസികളെ അവനെ നമ്മളെക്കാൾ താണവനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവനേക്കാൾ ഏതെങ്കിലും രീതിയിൽ ഉയർന്നവനാണെന്നോ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. കാരണം എന്നിലും അദ്ദേഹത്തിലും വസിക്കുന്നത് ഒരേ പരിശുദ്ധാത്മാവാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പം ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സഭയിൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെ മേലും അവരുടെ ഉള്ളിലും അധിവസിക്കുന്നത് ഒരേ പരിശുദ്ധാത്മാവാണ്, മറക്കരുത്. അപ്പം ആ ഒരേ പരിശുദ്ധാത്മാവ് എല്ലാവരിലും വസിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പരസ്പരം കുറ്റം വിധിക്കുവാനും താഴ്ത്തിക്കെട്ടുവാനും ഒന്നും എനിക്ക് കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനായിട്ട് എനിക്ക് കഴിയും. എഫേസ് ലേഖനം തന്നെ നമ്മൾ നേരത്തെ വായിച്ചു പോയ 1-2 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരികയാണ്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, നമ്മൾ ആ വാക്യം വായിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. എഫേസ് ലേഖനം 2:18 അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഒരേ ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇപ്പം എന്താ നമ്മളവിടെ വായിക്കുന്നത്? അവൻ മുഖാന്തരം, ആര് മുഖാന്തരം? ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും. ആ ഭാഗങ്ങൾ നമ്മൾ വിശദമായിട്ട് വ്യാഖ്യാനിച്ചത് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കിടക്കുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു ഇരുപക്ഷക്കാർ എന്ന് പറയുന്നത് യഹൂദന്മാരെയും വിജാതീയരെയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം താങ്കൾ യഹൂദനാണെങ്കിലും താങ്കളൊരു വിജാതീയനാണെങ്കിലും ദൈവത്തിൻ്റെ അടുക്കലേക്ക്, പിതാവിൻ്റെ അടുക്കലേക്ക് താങ്കൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ഏക ആത്മാവിനാലാണ്. മറക്കരുത്. അപ്പം രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടാക്കി തന്നത്, ദൈവസന്നിധിയിലേക്ക് എനിക്ക് പ്രവേശനം നൽകിത്തന്നത്, നേടിത്തന്നത് ഏത് പരിശുദ്ധാത്മാവാണോ അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ സഭയിലെ മറ്റു വിശ്വാസികൾക്കും ആ പിതാവായ ദൈവത്തിങ്കിലേക്ക് പ്രവേശനം നേടിക്കൊടുത്തത്. അല്ലാതെ എനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വഴിയിലൂടെ ഒരു VIP പരിഗണനയിൽ എനിക്ക് പ്രവേശനം നൽകിത്തരികയും മറ്റുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു രണ്ടാന്തരം രീതിയിലൂടെ പ്രവേശനം കൊടുക്കുകയോ ചെയ്യുകയല്ല ചെയ്തത്. പിതാവിങ്കിലേക്ക് എനിക്ക് പ്രവേശനം ലഭ്യമാക്കിയത് ഏത് ആത്മാവാണോ അതേ ആത്മാവിനാൽ തന്നെ പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചവരാണ് നമ്മുടെ സഭയിലുള്ള മറ്റ് വിശ്വാസികളും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക്, ദൈവസന്നിധിയിലേക്ക് എനിക്ക് എങ്ങനെയാണോ പ്രവേശനം ലഭിച്ചത് അതേ രീതിയിൽ തന്നെയാണ് അവർക്കും പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. അവർക്ക് ഏത് രീതിയിലാണോ പ്രവേശനം ലഭിച്ചത് അതേ രീതിയിൽ തന്നെയാണ് എനിക്കും പ്രവേശനം ലഭിച്ചത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ സഭകളിലെ അനൈക്യത, വിഭാഗീയത അതിന് അധികം ആയുസ്സുണ്ടാവുകയില്ല. കാരണം നമുക്കറിയാം എന്നിലുള്ള അതേ ആത്മാവ് തന്നെയാണ് അവനിലുമുള്ളത്. എനിക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം നൽകിത്തന്ന അതേ ആത്മാവ് തന്നെയാണ് അവനും പിതാവിങ്കിലേക്ക് പ്രവേശനം നൽകിക്കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രാത്രി പ്രിയമുള്ളവരെ, നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം നൽകിത്തന്ന അതേ ആത്മാവാണ് മറ്റു വിശ്വാസികൾക്കും പിതാവിങ്കിലേക്ക് പ്രവേശനം നൽകിക്കൊടുത്തിരിക്കുന്നത്. ഇനി ആ 2-ാം അധ്യായത്തിൻ്റെ തന്നെ 22-ാം വാക്യം, അത് നമ്മൾ ചിന്തിച്ചു പോയ വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്: അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ
ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്, ടു ബി ദ ടെമ്പിൾ ഓഫ് ഗാഡ്. അപ്പം പുതിയ നിയമം പഠിക്കുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവസഭ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് ഒരു കല്ലുകളും സിമൻറ്റും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു കെട്ടിടമല്ല. രണ്ട് രീതിയിലാണ് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. രണ്ട്, സഭ ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം 22-ാം വാക്യത്തിൽ പറയുന്നത് ആ സഭയാകുന്ന നിവാസം, ദൈവത്തിൻ്റെ നിവാസത്തെ പണിയുന്ന കാര്യമാണ് അവിടെ പറഞ്ഞു വരുന്നത്. അല്ല, നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ പണിയുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സഭയാകുന്ന ദൈവത്തിൻ്റെ ആലയത്തെ, സഭയാകുന്ന ദൈവത്തിൻ്റെ നിവാസത്തെ പണിയുന്ന ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുക, അവനിൽ, ആരിൽ? ക്രിസ്തുവിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന്, ദൈവത്തിൻ്റെ മന്ദിരമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പം നിങ്ങളെ ദൈവസഭയുടെ ഭാഗമാക്കി തീർത്തത് ഏത് പരിശുദ്ധാത്മാവിനാലാണോ അതേ പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് മറ്റു വിശ്വാസികളെയും ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർത്തത്. മറക്കരുത്. കാരണം നമ്മെ എല്ലാവരെയും ഒരാലയമായിട്ട്, ദൈവത്തിൻ്റെ നിവാസമായിട്ട് ഒരുമിച്ച് പണിയുന്നത് ആത്മാവിനാലാണ് പണിയുന്നത്. അപ്പം ആത്മാവിനാൽ പണിയപ്പെടുന്ന ഈ പണിയിൽ എന്നെ സഭയ്ക്കകത്ത് ആ മന്ദിരത്തിൻ്റെ ഒരു ഭാഗമാക്കി കൂട്ടിച്ചേർത്തത് ഏതാത്മാവാണോ അതേ ആത്മാവ് തന്നെയാണ് എൻ്റെ കൂട്ടു സഹോദരനെയും സഭയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തത്. മറക്കരുത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു കൂട്ടു സഹോദരനെ, ഇവൻ എന്തിനാ സഭയിൽ വരുന്നത്, ഇവൻ സഭയിലുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകത്തില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ആർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നതെന്നറിയാമോ? അവനെ ആ സഭയിലേക്ക് കൂട്ടിച്ചേർത്ത പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. മറക്കരുത്. ഞാൻ പറഞ്ഞത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കരുതെന്നോ തിരുത്തരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടണം, തിരുത്തപ്പെടണം. ഈ ദൈവവചന പഠനത്തിലൂടെയും നമ്മൾ ദൈവസഭയ്ക്കകത്ത് നിലനിൽക്കുന്ന പല തെറ്റായിട്ടുള്ള പ്രവണതകളെയും തന്നെയാണ് തിരുത്താനായിട്ട് ശ്രമിക്കുന്നത്. തെറ്റുകൾ തിരുത്തപ്പെടണം. പക്ഷേ തെറ്റുകൾ തിരുത്തപ്പെടുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെ സഭയുടെ ബന്ധത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടാകരുത്. ഞാനതാ പറയുന്നത്. കാരണം അവനെ സഭയിലേക്ക് കൊണ്ടുവന്നത് ആത്മാവാണെങ്കിൽ അവനെ വേർപെടുത്താൻ എനിക്ക് അധികാരമില്ല. എന്നെ കൊണ്ടുവന്ന അതേ ആത്മാവ് തന്നെയാണ് അവനെയും കൊണ്ടുവന്നിരിക്കുന്നത്. മറക്കരുത്. എന്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും സഭയിൽ വിശ്വാസികൾക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് സ്നേഹിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് പരസ്പരം ഐക്യതയോടെയും വിനയത്തോടെയും ദീർഘക്ഷമയോടെയും സൗമ്യതയോടെയും നിൽക്കാനായിട്ട് കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം അവർ മറക്കുന്നില്ല, ഓർക്കുന്നില്ല. പലപ്പോഴും അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ എന്തോ മിടുക്കോ ശ്രേഷ്ഠതയോ യോഗ്യതയോ കൊണ്ട് ഞങ്ങൾ ഈ സഭയ്ക്കകത്തേക്ക് വന്നു എന്നാണ് അവർ പലപ്പോഴും ചിന്തിക്കുന്നത്. ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സഭയുടെ ആരംഭത്തിന് കാരണം ഞാനാണെന്നൊക്കെ. വെറുതെ പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളില്ലെങ്കിലും ദൈവം ആ സഭ ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളില്ലെങ്കിലും ദൈവം അത് ആരംഭിച്ചിരിക്കും. വെറുതെ ഇതൊക്കെ പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന അഹങ്കാരമാണ് ഇതൊക്കെ.
അപ്പം മാത്രമല്ല ചിലർ പറയാറുണ്ട്, അവനെയൊക്കെ ഞാൻ കൊണ്ടുവന്നതാ, ഇപ്പം അവൻ എന്നെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയെന്ന്. നോ, നിങ്ങൾക്കൊരിക്കലും ആരെയും സഭയോട് ചേർക്കാനായിട്ട് കഴിയില്ല. അവനെ സഭയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവാണ് അവനെ സഭയിലേക്ക് കൊണ്ടുവന്നത്. മറക്കരുത്. അപ്പം ഞാൻ ആണ് ഈ സഭ ഉണ്ടാക്കിയത്, ഞാനാണ് അവരെയും ഇവരെയും കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ഈ ചിന്ത പലപ്പോഴും അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. എന്നാൽ ആത്മാവാണ് അവരെ കൊണ്ടുവന്നതെന്നും ആത്മാവാണ് അവരെയും ചേർത്ത് പണിയുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്നെ പണിയുന്ന അതേ ആത്മാവ്, എന്നെ സഭയോട് ചേർത്ത് വച്ച അതേ ആത്മാവ് തന്നെയാണ് അവരെയും സഭയോട് ചേർത്ത് വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സഭയിലെ വിഭാഗീയതകൾക്ക് അവിടെ അവസാനം കുറിക്കപ്പെടും. ഓക്കെ, ഞാൻ മുമ്പോട്ടേക്ക് പോട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു വാക്യമാണിത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പൻ. അപ്പം സ്നാനം കഴിപ്പിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ സ്നാനപ്പെട്ടപ്പോൾ, ഒരേ ആത്മാവിൻ്റെ നാമത്തിലാണ് നാം സ്നാനപ്പെട്ടത്. ഞാനും എൻ്റെ സഭയിലെ കൂട്ടുവിശ്വാസിയും ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ടപ്പോൾ ഒരേ ആത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്. ആത്മാവൊന്ന്. അല്ലാതെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും അവൻ മറ്റേതെങ്കിലും നാമത്തിലുമല്ല സ്നാനപ്പെട്ടത്. ഞാൻ ഏത് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണോ സ്നാനപ്പെട്ടത്, അതേ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയാണ് അവരും സ്നാനപ്പെട്ടത്. ആത്മാവൊന്ന്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? ഒന്ന്, നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനം നേടിത്തന്നത് ഒരേ ആത്മാവിനാലാണ്. രണ്ട്, നമ്മെ സഭയോട് ചേർത്ത് പണിതത് ഒരേ ആത്മാവാണ്. മൂന്ന്, നാം സ്നാനപ്പെട്ടത് ഒരേ ആത്മാവിൻ്റെ നാമത്തിലാണ്. യാതൊരു വ്യത്യാസവുമില്ല. ഒരേ ആത്മാവിൻ്റെ നാമത്തിൽ. മുൻപോട്ടേക്ക് പോകാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ ദൈവവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ഞാനത് ആദ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ വാക്യങ്ങളെ വിശദീകരിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് 4-ാം വാക്യം തൊട്ട്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പോൾ സഭയിലെ കൃപാവരങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. താൻ എന്താ 4-ാം വാക്യത്തിൽ പറയുന്നത്? കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്,
ആത്മാവ് ഒന്നത്ര. എന്ന് വെച്ചാൽ കൃപാവരങ്ങളിലുള്ള വ്യത്യാസം വച്ചിട്ട് ആർക്കും ആരെയും കാൾ വലിയവനാണെന്നോ ചെറിയവനാണെന്നോ ചിന്തിക്കാനായിട്ട് കഴിയില്ല. എനിക്കൊരു കൃപാവരമുണ്ട്, നിങ്ങൾക്ക് മറ്റൊരു കൃപാവരമുണ്ട്. എനിക്കുള്ള കൃപാവരം നിങ്ങൾക്കുള്ള കൃപാവരത്തേക്കാൾ വലുതാണെന്നോ എനിക്കുള്ള കൃപാവരം നിങ്ങൾക്കുള്ള കൃപാവരത്തേക്കാൾ ചെറുതാണെന്നോ ഒരിക്കലും ആർക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാം ഒരേ ആത്മാവിനാലുള്ള കൃപാവരങ്ങളാണ്. എനിക്ക് അന്യഭാഷയുണ്ട്, എൻ്റെ സഭയിൽ എൻ്റെ കൂട്ടുവിശ്വാസിക്ക് അന്യഭാഷയില്ല, അവന് പരിജ്ഞാനത്തിൻ്റെ വചനമാണുള്ളത്. അപ്പം അന്യഭാഷയുള്ള ഞാൻ എന്തോ കൂടുതൽ ആത്മീകനും അന്യഭാഷയില്ലാത്ത അവൻ എന്തോ ആത്മീയതയിൽ കുറഞ്ഞവനുമാണ് എന്ന് ചിന്തിക്കാനായിട്ട് കഴിയില്ല. എന്തുകൊണ്ട്? എനിക്ക് അന്യഭാഷ തന്ന അതേ ആത്മാവ് തന്നെയാണ് അവന് പരിജ്ഞാനത്തിൻ്റെ വചനം കൊടുത്തത്. മറക്കരുത്. അപ്പം ഞാൻ അതിനേക്കാൾ എൻ്റെ അന്യഭാഷയാണ് വലുത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അവന് കൊടുത്ത ആത്മാവിനേക്കാൾ മറ്റേതോ ആത്മാവാണ് എനിക്ക് തന്നത് എന്ന ചിന്തയില്ല ഞാനത് പറയുന്നത്. ഒരിക്കലുമല്ല. ഒരിക്കലുമല്ല. അപ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്ര. ഇനി അതിൻ്റെ 5-6 വാക്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യാണ്, അത് നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതല്ലാത്തത് കൊണ്ട്. എന്നിട്ട് 7-ാം വാക്യം തൊട്ട് പറയുകയാണ്, ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു. അപ്പം കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നാണ്. ഈ ആത്മാവിൻ്റെ പ്രകാശനം അല്ലെങ്കിൽ ആത്മാവിൻ്റെ വെളിപ്പാട്, അതിൻ്റെ എക്സ്പ്രഷൻ, ആത്മാവിൻ്റെ എക്സ്പ്രഷൻ, ആ പ്രകടനം, അത് എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്, ആത്മാവ് എന്തിനു വേണ്ടിയാണ് കൃപാവരങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ പൊതുപ്രയോജനത്തിനായിട്ടാണ് നൽകുന്നത്. പൊതുപ്രയോജനത്തിന്. അല്ലാതെ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനല്ല പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും കൃപാവരങ്ങൾ തരുന്നത്. മറക്കരുത്. എനിക്കൊരു കൃപാവരമുണ്ടെങ്കിൽ അത് സഭയുടെ പൊതുപ്രയോജനത്തിനാണ്, സഭയിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നതാണത്. അതുപോലെ തന്നെ മറ്റൊരുത്തന് കൊടുത്തിരിക്കുന്ന കൃപാവരവും സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ട് അതേ ആത്മാവ് കൊടുത്തതാണ്. അപ്പം എൻ്റെ കൃപാവരത്തിന് പ്രയോജനം കൂടുതലും അവൻ്റെ കൃപാവരത്തിന് പ്രയോജനം കുറവും. അങ്ങനെ ഒരിക്കലുമില്ല. ഈ 2 കൃപാവരങ്ങളും എന്തിനു വേണ്ടി കൊടുത്തതാണ്? സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടി കൊടുത്തതാണ്. എൻ്റെ കൃപാവരം അവൻ്റെ പ്രയോജനത്തിനും അവൻ്റെ കൃപാവരം എൻ്റെ പ്രയോജനത്തിനും വേണ്ടി കൊടുത്തതാണ്. മറക്കരുത്. അപ്പം അന്യഭാഷയുള്ള എനിക്ക് അന്യഭാഷയില്ലാതെ ജ്ഞാനത്തിൻ്റെ വചനമുള്ള വേറൊരുത്തനെ നോക്കിയിട്ട് അവനെന്തോ ആത്മീയതയിൽ കുറവാണ്. ഒരിക്കലുമല്ല. കാരണം ഇത് രണ്ടും പരിശുദ്ധാത്മാവാണ് കൊടുത്തത്. എന്തിന്? സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ് കൊടുത്തത്. ഒരേ ആത്മാവ് കൊടുത്തത്. അതവിടെ പറഞ്ഞത്. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇനി ഒരുത്തന് ആത്മാവിനാൽ
ജ്ഞാനത്തിൻ്റെ വചനം. അപ്പം ഒരുത്തന് പരിശുദ്ധാത്മാവ് എന്ത് കൊടുക്കുന്നു? ജ്ഞാനത്തിൻ്റെ വചനം കൊടുക്കുന്നു. മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം. എന്തിന്? പൊതുപ്രയോജനത്തിന്. അപ്പം ഇവന് കൊടുത്ത ജ്ഞാനത്തിൻ്റെ വചനം ഏതാത്മാവാണോ കൊടുത്തത് അതേ ആത്മാവ് തന്നെ മറ്റവന് പരിജ്ഞാനത്തിൻ്റെ വചനം കൊടുത്തു. എന്തിന്? ഇത് രണ്ടും സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ് കൊടുത്തത്. ഇനി വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം. എന്തിന്? സഭയുടെ പൊതുപ്രയോജനത്തിന്. കൃപാവരമായിട്ടുള്ള വിശ്വാസം ഒരിക്കലും എനിക്കെന്തെങ്കിലും നേടിയെടുക്കാനായിട്ടല്ല, മറക്കരുത്. ഇന്ന് പലപ്പോഴും വിശ്വാസത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എനിക്കില്ലാത്ത എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ്, അല്ലേ? വിശ്വസിക്കണം, വിശ്വസിച്ചാൽ നിനക്ക് സകലതും കിട്ടും. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കൃപാവരം നിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രയോജനത്തിലുള്ള സഭയുടെ പൊതുപ്രയോജനത്തിന്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്ന കൃപാവരം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രയോജനത്തിനല്ല, സഭയുടെ പൊതുപ്രയോജനത്തിനാണ്. മറക്കരുത്. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അവന് വിശ്വാസം കുറവാണ്. എന്തുകൊണ്ട്? അവൻ്റെയും പ്രയോജനത്തിനാണ് നിനക്ക് വിശ്വാസം തന്നിരിക്കുന്നത്. പിന്നെ അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ഈ വിശ്വാസം നമ്മുടെ പ്രയോജനത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് അവന് വിശ്വാസമില്ല, അതുകൊണ്ട് അവന് കിട്ടാത്തതെന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവന് കൃപാവരമാകുന്ന വിശ്വാസം കൊടുക്കുന്നത് അവനും വേണ്ടി കൂടെയാണ്, പൊതുപ്രയോജനത്തിനാണ് കൊടുക്കുന്നത്. നമ്മളിത് ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് വരുന്നതെന്നറിയാമോ? സഭകൾക്കകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നതെന്നറിയാമോ? ഇത് നമ്മൾ മറക്കരുത്. എനിക്ക് പരിശുദ്ധാത്മാ വിശ്വാസം എന്ന വരം തന്നിട്ടുണ്ടെങ്കിൽ അതെനിക്കെന്തൊക്കെയോ നേടിയെടുക്കാനുള്ളതായിട്ടല്ല, എന്നിട്ട് മറ്റവനെ നോക്കി നിനക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് കിട്ടിയത്, എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് കിട്ടി. നോ, നമുക്ക് പരിശുദ്ധാത്മാ വിശ്വാസം എന്ന വരം തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസമില്ലെന്ന് നാം പറയുന്ന അവരുടെയും പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? കുഴപ്പത്തിലുള്ളൂ, വചനം നമ്മളിതുവരെ കണ്ണ് തുറന്ന് വായിച്ചിട്ടില്ല, അത്രയുള്ളൂ പ്രശ്നം. നമ്മൾ എന്തൊക്കെയോ ഒക്കെ വായിക്കുന്നു, എന്തൊക്കെയോ ഒക്കെ പറയുന്നു, സഭയിൽ എന്തൊക്കെയോ ഒക്കെ പഠിപ്പിക്കുന്നു, അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം വേറൊരുത്തൻ അതേ ആത്മാവിനാൽ വിശ്വാസം, വേറൊരുത്തന് മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നിട്ട് 11 വാക്യത്തിൽ പറയുക, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ്. നിങ്ങളെ വിളിച്ചപ്പോൾ ആത്മാവ് ഒന്നായിരുന്നു, ഒരേ ആത്മാവ്. അവൻ എന്ത് ചെയ്തു? താൻ ഇച്ഛിക്കും പോലെ. ആരിച്ഛിക്കുന്ന പോലെ? പരിശുദ്ധാത്മാവിച്ഛിക്കുന്നത് പോലെ. ഇവിടെ നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് എന്താണ്? 12-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ആര് വാഞ്ചിക്കണം? നമ്മൾ വാഞ്ചിക്കണം. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത്, അതായത് നമ്മൾ വാഞ്ചിക്കണം. ഇനി 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിക്കുവിൻ. അപ്പം ഇവിടെ എല്ലാം വരങ്ങളെക്കുറിച്ച് വാഞ്ചിക്കാൻ, എന്താ വാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക.
അപ്പം എനിക്ക് ഇന്ന വരം കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹിക്കാം, അതിനകത്തൊരു തെറ്റുമില്ല, മറക്കല്ല. ഇപ്പോൾ ഒരാൾ ആഗ്രഹിക്കുക എനിക്ക് അന്യഭാഷ കിട്ടണം, അതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഒരാൾ ആഗ്രഹിക്കുക എനിക്ക് പ്രവചനവരം കിട്ടണം, എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. വേറൊരാൾ ആഗ്രഹിക്കുക എനിക്ക് വിശ്വാസം കിട്ടണം, എനിക്ക് രോഗശാന്തികളുടെ വരം കിട്ടണം, എനിക്ക് വീര്യപ്രവൃത്തികളുടെ വരം കിട്ടണം, ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ആഗ്രഹിക്കാം. പക്ഷേ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. എന്താണെന്നറിയോ? നമ്മൾ ആഗ്രഹിച്ചു എന്നുള്ളത് കൊണ്ട് ആ വരം നമുക്ക് കിട്ടണമെന്നില്ല. കാരണം വരം തരുന്നത് പരിശുദ്ധാത്മാവാണ്. 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ്. അപ്പം നമുക്ക് വാഞ്ചിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, കൃപാവരങ്ങൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അത് നമുക്ക് ലഭിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്കെന്ത് കൃപാവരം ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാമല്ല, പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത്. നമുക്കെന്ത് കൃപാവരം ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സഭയിലെ ശുശ്രൂഷകനല്ല, പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത്. ഇന്ന് പലരും എല്ലാവരും അന്യഭാഷ പ്രാപിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നോ, അങ്ങനെ പറയാനായിട്ട് പറ്റും? സഭാശുശ്രൂഷകൻ ഇച്ഛിക്കുന്ന പോലെയാണോ? അല്ല, പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത് പോലെയാണ്. പരിശുദ്ധാത്മാവിന് ഒരാൾക്ക് അന്യഭാഷയുടെ വരം കൊടുക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അവന് കിട്ടില്ല. അതവൻ്റെ കുറവല്ല. അവന് മറ്റൊരു വരം കൊടുത്തിട്ടുണ്ട് പൊതുപ്രയോജനത്തിനായിട്ട്. നിൻ്റെയും കൂടെ പ്രയോജനത്തിനായിട്ടുള്ള ഒരു വരം അവന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിച്ഛിക്കാം, പേഴ്സണലായിട്ട് വാഞ്ചിക്കാം, ആഗ്രഹിക്കാം. പക്ഷേ കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ തീരുമാനപ്രകാരമാണ്. അപ്പം നമുക്കെല്ലാവർക്കും, അപ്പം നമ്മളൊരിക്കലും ഒരു കൃപാവരമില്ലാത്തയാളെ നോക്കിയിട്ട് നീ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് നിനക്ക് കിട്ടാത്തതെന്ന് പറയാൻ പാടില്ല. ഇന്ന് പലപ്പോഴും അങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് കിട്ടാത്തതെന്നൊക്കെ. നോ, അങ്ങനല്ല. കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ അത് കിട്ടുന്ന വാക്യമില്ല. നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ കിട്ടുന്നത് ആത്മാവ് ഇച്ഛിക്കുന്ന പോലെ, ആത്മാവ് തീരുമാനിക്കുന്ന പോലെയാണ്. നമ്മൾ ആഗ്രഹിച്ചു എന്നും പറഞ്ഞത് കിട്ടണമെന്ന് നിർബന്ധമില്ല. പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത് ഏത് കൃപാവരം ആർക്ക് കൊടുക്കണമെന്നുള്ളത്. മറക്കരുത്. അപ്പോൾ നമ്മൾ പറയുന്നത് കൃപാവരങ്ങൾ സഭയ്ക്കകത്ത് നൽകി തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. എന്തിനു വേണ്ടി? നമ്മൾ പറഞ്ഞു, എന്താണ്? പൊതുപ്രയോജനത്തിന് വേണ്ടി എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? പൊതുപ്രയോജനത്തിന് വേണ്ടി. ഇനി 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അതേ കാര്യത്തെക്കുറിച്ച് പൗലോസ് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനവിന് സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. അപ്പോൾ കർത്താവ് എനിക്ക് കൃപാവരങ്ങളെ പരിശുദ്ധാത്മാവ് നൽകുന്നത് സഭയുടെ ആത്മീക വർധനവിനാണ്, പൊതുപ്രയോജനത്തിനാണ്. മറക്കരുത്. അത് എനിക്കുള്ള കൃപാവരം മറ്റൊരാൾക്കുണ്ടാകണമെന്നില്ല. അത് അയാൾ കുറഞ്ഞവനോ ഞാൻ കൂടിയവനോ ആയതുകൊണ്ടല്ല. എനിക്ക് കൃപാവരം തന്ന അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് അവനും കൃപാവരം കൊടുത്തത്, തൻ്റെ ആഗ്രഹപ്രകാരം. മറക്കരുത്. അപ്പോൾ എഫെസ്യർ നമ്മൾ വായിച്ചു, ഒരേ ആത്മാവൊന്ന്. നമുക്ക് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് പ്രവേശനം നൽകി തന്നത് സെയിം സ്പിരിറ്റാണ്, ഒരേ ആത്മാവാണ്. നമ്മെ സഭയോട് ചേർത്ത് പണിതത് ഒരേ ആത്മാവാണ്. നാം സ്നാനപ്പെട്ടത് ഒരേ ആത്മാവിൻ്റെ പേരിലാണ്. നമുക്ക് കൃപാവരങ്ങൾ നൽകി തന്നത് ഒരേ ആത്മാവാണ്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൂടെ വായിച്ചിട്ട് ഈ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 2 കൊരിന്ത്യർ ലേഖനം 11-4 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും
നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുകയും ചെയ്യുന്നത് ആശ്ചര്യം. അപ്പോൾ പൗലോസ് പറയുക, ദൈവസഭയ്ക്കകത്ത് ദർ ഇസ് എ റിയൽ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഒരു യഥാർത്ഥ പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ മറ്റ് രീതികളിൽ പഠിപ്പിക്കുന്നവർ, വചനത്തിന് നിരക്കാത്ത രീതിയിൽ പഠിപ്പിക്കുന്നവർ, അവർ വേറൊരു ആത്മാവിനെ കൊണ്ടുവരികയാണ്. ആ ആത്മാവ് ഭിന്നതയുണ്ടാക്കുന്നതാണ്. ആ ആത്മാവ് വിധിക്കുന്നതാണ്. ആ ആത്മാവ് സ്നേഹത്തെ കെടുക്കുന്നതാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് ഭയങ്കര അത്ഭുതമെന്നാണ് പൗലോസ് പറയുന്നത്. സി, the real teaching about the Holy Spirit should unite the church. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ പഠനം സഭയിലെ അംഗങ്ങളെ ഐക്യതയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദറ്റ് ഈസ് ദ റിയൽ സ്പിരിറ്റ്. കാരണം ആത്മാവ് ഒന്ന്, ആത്മാവ് ഒന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരു യാഥാർത്ഥ്യം മറക്കരുത്. നമ്മെ വിളിച്ചപ്പോൾ ഏക ശരീരമായിട്ട് വിളിച്ചതുപോലെ ഏക ആത്മാവിങ്കലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരേ ആത്മാവാണ്. ദ സെയിം സ്പിരിറ്റ്, the same spirit. There should not be a spirit of strife or quarrel or division. സൺഡയുടെയോ പിണക്കത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ ആത്മാവല്ല, സ്നേഹത്തിൻ്റെയും ഐക്യതയുടെയും ആത്മാവ്. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകും. നമുക്ക് പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം അംഗീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.